അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു ഞങ്ങളെ മദ്ഹബുടെ ഇമാമായിട്ടിക്കട് ലോകം അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിട്ടിക്കട് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു. ഖുറൈശി ഗോത്രത്തിൽപ്പെട്ടതായിട്ടിക്കട് ഇമാം ഷാഫിഈ റളിയല്ലാഹു. മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈന്റെ ആയിട്ടിക്കട് ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ പേര്. അപ്പോൾ ഇൽമുടെ കടലായ ആ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിനെ കുറിച്ച് അഹ്മദ് ബിൻ അംബൽ റളിയല്ലാഹുവിനെ ചൊല്ല് ഒരു ഹദീസ് ഉണ്ട്. അഹ്മദ് ബിൻ അംബൽ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അഹ്മദ് ബിൻ അംബൽ റളിയല്ലാഹു വലിയ ഹദീസ് പണ്ഡിതനായിട്ടുണ്ട്. ലക്ഷക്കണക്കിലെ ഹദീസ് മനപ്പാടമാക്കിയ പണ്ഡിതനായിട്ടുണ്ട് അഹ്മദ് ബിൻ അംബൽ. ആ ഇമാം അഹ്മദ് ബിൻ അംബൽ റളിയല്ലാഹു ചൊല്ല് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഓരോ നൂറ്റാണ്ടിലും ഓരോ 100 വർഷത്തെ ആ ഇതിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല മനുഷ്യന്മാർക്ക് ദീൻ പഠിപ്പാട്ടി കൊടുക്കണമെങ്കിൽ ഒരു നേതൃത്വമുള്ള ആലിമിനെ അള്ളാഹു തആല നിയമിക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 1-ാം നൂറ്റാണ്ടിൽ. അതിൽ പിന്നെ വന്നത് വഅർജു അൻ യകൂന ഷാഫി അലാ റഅസിൽ മിഅത്തിൽ ഉഖ്റ. അത് കാലഘട്ടത്തിൽ പിന്നെ വന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പിന്നെ മനുഷ്യന്മാർക്ക് ദീന്റെ നേതൃത്വം കൊടുക്കുവാനായിട്ട് ആ സ്ഥാനത്ത് നിന്നത് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഓരോ നൂറ്റാണ്ടിലും ദീന്റെ നേതൃത്വത്തെ അങ്ക് കൊടുത്ത് നിയന്ത്രിക്കടെ, ദീന്റെ ജനങ്ങൾക്ക് എത്തുവാട്ടി കൊടുക്കടെ, ഇസ്ലാമിയുടെ പഠിപ്പാട്ടി കൊടുക്കണമെങ്കിൽ ഒരു നേതൃത്വം ഉണ്ടാവും. ഒരു ആലിമിനെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ നൂറ്റാണ്ടിലും ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു ആലിമിനെ ഉണ്ടാക്കും. അപ്പൊ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലത്തിൽ പിന്നെ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 2-ാമത്തെ നൂറ്റാണ്ടിലായിട്ട് നാണ് കാണ്ടേണ്ട് മഹാനായ ആറ് ചൊല്ല് അഹ്മദ് ബിൻ അംബൽ. ഞങ്ങളെപ്പോലത്തെ ആൾമാരല്ല ചൊല്ല് അഹ്മദ് ബിൻ അംബൽ റളിയല്ലാഹു അൻഹു ചൊല്ല്. അഹ്മദ് ബിൻ അംബൽ ആര്? ലോകത്ത് ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ. ഹദീസ് പണ്ഡിതൻ ചെന്നെങ്കിൽ ഒരുപാട് ഹദീസ് പണ്ഡിതന്മാരല്ലേ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ശിഷ്യനായിട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു. ഷാഫിഈ റളിയല്ലാഹുവിന്റെ ശിഷ്യനായിട്ട് അഹ്മദ് ബിൻ അംബൽ റളിയല്ലാഹു. ആ അഹ്മദ് ബിൻ അംബൽ റളിയല്ലാഹുവിനെ ചൊല്ലത് പെജാൽമാർ എങ്ങനെ ബുഖാരിയിലുണ്ട്. ബുഖാരി ഇമാമിന്റെ ജനിക്കുന്നതിക്ക് മുന്നലായിട്ട് അഹ്മദ് ബിൻ അംബൽ റളിയല്ലാഹു. അഹ്മദ് ബിൻ അംബൽ റളിയല്ലാഹുവിനെ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിനെ കുറിച്ച് ചൊല്ലത്. അപ്പൊ ഷാഫിഈ ഇമാം റളിയല്ലാഹു ഖുറൈശി ഗോത്രത്തിൽ വെച്ച വലിയൊരു പണ്ഡിതൻ. ഒരു ഹദീസിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഒരു ഹദീസ്. എന്താ ഹദീസ്? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദി ഇൽമാ. ഖുറൈശിലെ വലിയൊരു ആലിമ് പറയുന്നുണ്ട്. ആ ആലിം ലോകത്തിടീക്ക വിജ്ഞാനത്തെ ഇൽമുടെ നിറക്കും. അങ്ങനെ എത്തുവാട്ടി കൊടുക്കാം. ഖുറൈശിൽ ഒരുപാട് പണ്ഡിതന്മാർ വന്നിട്ടില്ല കണ്ടെങ്കിലും ഷാഫിഈ ഇമാം ലോകത്ത് ഇൽമുടെ എത്തുവാട്ടി കൊടുത്ത ആരും വന്നിട്ടില്ല എന്നായിട്ട്. അതുകൊണ്ട് ആ ഹദീസ് നബി തങ്ങൾ വർഷങ്ങൾക്ക് മുന്നിൽ ചൊന്നുപോയത് ഇമാം ഷാഫിഈ റളിയല്ലാഹുവിനെ കുറിച്ച് തന്നെയായിട്ടിക്കട് എന്ന് അഹ്മദ് ബിൻ അംബൽ റളിയല്ലാഹു വിശദീകരിച്ചതായിട്ടും കാണാം. അപ്പൊ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ ഞങ്ങളെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ സ്ഥാനം ചൊല്ലത് അത് ജനിക്കലേക്ക് മുന്നൽ തന്നെ നബിത്തങ്ങൾ ചൊന്ന ഒരു പലക്കുണ്ട്. എത്ര നബിത്തങ്ങളെ ഹിജ്റ 150 ഷാഫി ഇമാം ജനിക്കല്. നബിത്തങ്ങളെ വഫാത്തിൽ 140 വർഷം കഴിഞ്ഞിട്ടായിട്ട് ഷാഫി ഇമാം ജനിക്കല്. ആ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദി ഇൽമ. ഭൂമിയിൽ ഇടീക്ക ഇൽമു നിറക്കണമെങ്കിൽ ഒരു ആലി ഖുറൈശിലെ ഒരു പണ്ഡിതൻ പറകൊണ്ടു ചൊന്നത് അത് ഇമാം ഷാഫിഈ റളിയല്ലാഹുവിനെ കുറിച്ചായിട്ട് പണ്ഡിതന്മാരൊക്കെ വിവരിച്ചതായിട്ട് കാണാം. അള്ളാഹു ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ അള്ളാഹു സജ്ജനങ്ങളിലും സാലിഹ്യങ്ങളിലും പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഷാഫിഈ ഇമാമിനെ കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കണം, അറിയണം. അവിടുത്തെ സ്ഥാനവും ബഹുമാനം ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ മദ്ഹബിന്റെ ഇമാമായിട്ട് കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.